ഇതെല്ലാം ഒന്ന് വെട്ടി റെഡി ആക്കണം. ഇതൊക്കെ ആ ഇത് കൊറേ ഉണ്ടല്ലോ. ആ പുല്ല് വെട്ടണം, അതാണ് നമ്മളെ വിളിച്ചത്. അതല്ലടാ പുല്ല്, കണ്ടമാനുണ്ടല്ലോ എന്നാണ്. എന്താ നോക്കിക്കണേ? ഇത് മൊത്തം എത്ര ഏക്കർ ഉണ്ടാവും? ഇതൊരു 1.5 ഏക്കറൊക്കെ ഉണ്ട്. ഇത് ഈ ശീതള സാറ് ഇസ്രായേലിൽ ജോലി ചെയ്തിട്ട് പഠിച്ച? അതെ അതെ അതെ. അല്ല അതെ ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ ശീതളണ്ണന് ഇസ്രായേലില് ഇതാണോ പണി? അതായിരുന്നു. പിന്നെ നല്ലോണം പണിയെടുക്കുന്നോണ്ട് സൂപ്പർവൈസർ ആക്കി. അത് കഴിഞ്ഞിപ്പോ മാനേജറായി. അപ്പോ വെറും വെട്ടുകാരന് 2 ലക്ഷം രൂപ മാസം. അപ്പൊ സൂപ്പർവൈസർ ആയി കഴിയുമ്പോ 4 ലക്ഷം രൂപ ആയിരുന്നു. ഇപ്പൊ മാനേജർ ആകുമ്പോ ഒരു 6 ലക്ഷം രൂപ കാണുമല്ലോ. 8 ഉണ്ട്. എനിക്ക് ഫസ്റ്റ് തന്നെ സൂപ്പർവൈസർ ആവാൻ പറ്റും? അങ്ങനെ പറ്റില്ല. അതെ, ഇപ്പൊ ഇവിടെ ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കണം. എല്ലാം വെട്ടണം, പുല്ലൊക്കെ. പിന്നെ കുറച്ച് വിത്ത് ഇരിപ്പുണ്ട്, ചീര, വെണ്ട, അതൊക്കെ ഒന്ന് നടണം. അത് കഴിഞ്ഞാ പിന്നെ കിണർ തേവാനുണ്ട്. അത് കഴിഞ്ഞാൽ ഈ കുളം. അല്ല, ഈ ഇസ്രായേലിൽ കിണറും കുളമൊക്കെ ഉണ്ടാവും? അതൊക്കെ ചിലപ്പോ ഉണ്ടാവും. അതൊക്കെ എന്തിനാ ഇങ്ങോട്ട് ചോദിക്കണേ? അല്ല, ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാം. ഇസ്രായേലിൽ പോണെങ്കിൽ മതി. പോണം തുടങ്ങാം. എന്നാ വേഗം തുടങ്ങാം. ഫസ്റ്റ് തന്നെ സൂപ്പർവൈസർ ആക്കാൻ പറ്റുമോ? ഇല്ലാതെ ഒന്നും പറ്റില്ല. ഞാൻ ഇവിടെ തുടങ്ങാം, നിങ്ങൾ അപ്പുറത്തോട്ട് പോ. ഞാൻ ഇവിടെ ഒരിടത്ത് ചെയ്യാൻ ഇനി നിങ്ങൾ അങ്ങോട്ടെങ്ങനെ നടന്നു പോകും. അവിടെ പോയിട്ട് അത് വെട്ടിക്കണ. ഇത്രയും സ്ഥലം ഇവിടെ കിടക്കല്ലേ, പിന്നെ എല്ലാരും കൂടി ഇവിടെ ഒന്നും ചെയ്യല്ലേ? നടക്കാനും വയ്യ. ഈ തെങ്ങിന്റെ ചോട് നീ പിടിക്കും. ഞാൻ ഇത്ര ഏരിയ ഞാൻ അവിടെ പോയി. നടക്കൂലെന്ന് പറഞ്ഞാൽ നടക്കൂല. നീ മനസ്സിൽ വിചാരിച്ച കാര്യം നീ തലകുത്തി എന്നാലും നടക്കൂല. തലകുത്തി എന്നാ ഞാനെന്നല്ല, ഈ ലോകത്ത് ആരും നടക്കാക്കൂല. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. എന്തരാ ഇത്? എന്തരം ഇങ്ങനെ നടന്ന് ഇത്രയും കടുംപിടുത്തം പിടിക്കണത്? എടാ, എനിക്ക് നീ മാത്രമല്ല മോനായിട്ട് വേറെയും 2 മക്കളുണ്ട്. എനിക്ക് അവരുടെ കാര്യം കൂടെ നോക്കണം. അച്ഛ, അവർക്ക് വാരിക്കോരിക്കോട്. അവർക്ക് എത്ര കൊടുത്താലും അച്ഛന് ഒരു കുഴപ്പമില്ല, ഒരു പരാതിയില്ല. എനിക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച ചെലവാക്കിയിട്ട് എപ്പോഴും അതിനെ കുറിച്ച് ഇങ്ങനെ പ്രാരാബ്ദം പറച്ചിലും. അവരൊക്കെ ഞാൻ ചെലവാക്കണമെങ്കിലേ അവരതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കണുണ്ട്. നിന്നെ പോലെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വരണില്ല. ഞാൻ എന്തൊരു ബുദ്ധിമുട്ടിച്ചെന്നാണ് അച്ഛൻ പറയണത്? തേങ്ങ എടുത്ത് എറിഞ്ഞ് കയറ്റി തരും ഞാൻ. ഒരു 50,000 രൂപയിലെ ഞാൻ ചോദിച്ചോളൂ. ഞാൻ പുറത്തെവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ അച്ഛാ. പുറത്തു പോയി രക്ഷപ്പെടാനാ? പുറത്തെന്താ രക്ഷപ്പെടാൻ വേണ്ടിയിരിക്കണം ഇനി നിനക്ക്? അച്ഛാ, ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമുണ്ട്. എന്തരായില്? ഇസ്രായേല്. അപ്പൊ അവിടെ പണിക്ക് പോയാ നല്ല ശമ്പളം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ചെറുക്ക, അവിടെ റോക്കറ്റും ബോംബൊക്കെ വീണോണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് കയറി കൊടുത്തേ നിനക്ക് എന്തൊരു കിട്ടാനടാ? അച്ഛാ, ഒരുപാട് നാളൊന്നുമില്ല അച്ഛാ. അവിടെ ഇപ്പൊ ഒരു 10 മാസം പണി ചെയ്താലേ ഇവിടത്തെ ശമ്പളം അല്ല അച്ഛാ. അച്ഛാ, ഒരു മാസം വേണ്ട 2 ലക്ഷം രൂപയാണ് ശമ്പളം. ആർക്ക്? എനിക്ക്. നിനക്കാ? 10ാം ക്ലാസ് 10 പ്രാവശ്യം മുക്രിയിട്ട് എഴുതിയെടുത്ത നിനക്ക് 2 ലക്ഷം രൂപയെ കിട്ടും. 2 ലക്ഷം രൂപ. തമാശല്ല, ഇവിടത്തെ പോലെ അല്ല. അവിടെ നല്ല പൈസയാണ് ശമ്പളം. എന്തൊരു ജോലി? ജോലി പിന്നെ തൂമ്പ പണി. തൂമ്പ പണി. അതിനൊക്കെ ഇവിടെ ചെയ്താ പോരെ? ഇസ്രായേലിൽ പോണെന്തിന്? അച്ഛാ, ഇവിടെയൊക്കെ ചെയ്ത ആളുകളൊക്കെ അറിയോ അച്ഛാ? അയൽ രാജ്യത്ത് പോയി തീട്ടാൻ വേണമെങ്കിലും പോരാ, എന്നാലും നാട്ടിൽ ചെയ്യാൻ പറ്റൂലല്ലേ? കൊള്ളാം. എടിയേ, നീ കേട്ടാ? നിന്റെ അമ്മ ഇസ്രായേലി തീട്ടാൻ കോരാൻ പോണെന്ന്. അപ്പുറത്ത് ഇപ്പുറത്തെ ആളുകൾ കേക്കും വെച്ചാ പതുക്കെ പറ. ഈ ആളുകൾ കേക്കും. എടാ, സ്വന്തം വീടിന്റെ മിറ്റം കിടക്കണണ്ട. ഇതൊന്നും വൃത്തിയാക്കാൻ പറ്റാത്ത നീയാണ് ഇസ്രായേലി പോയെങ്കിൽ ഇത് വൃത്തിയാക്കിയ 2 ലക്ഷം രൂപ അച്ഛൻ തരുമോ? തരും. എടാ, എനിക്ക് നീ മാത്രമല്ല വേറെ മക്കളുണ്ട്. അവരെ കാര്യം കൂടെ നോക്കണം. എനിക്ക് ചോദിക്കാൻ വേറെ അച്ഛനല്ല, ഈ ഒരു അച്ഛനേ ഉള്ളൂ. നീ ഇരുന്നോ. എന്തൊരു വിചാരിച്ചാലും ശരി, എന്നെ നിന്റെ മനസ്സിൽ വിചാരിച്ചത് നടക്കാൻ പോണില്ലേ? 10 പൈസ ഞാൻ തരുമെന്ന് നീ ജമ്മത്ത് വിചാരിക്കണ്ടടാ കേട്ടാ.